Hello, good morning. Good morning, ma'am. Yes, എല്ലാവരും ആയോ? എവിടെന്ന് ആകെ കുറച്ച് പേരുള്ളൂ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തേന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? പറയ്. ഏത് തേർഡ് പോയിന്റ്? കുറെ തേർഡ് പോയിന്റുകൾ ഉണ്ടല്ലോ. ഏത് തേർഡ് പോയിന്റ്? വർഷ. അതെ അതെ, ഞാൻ നേരത്തെ അത് എടുത്തു വെച്ചേക്കുമായിരുന്നു. ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി. Yes, very good. Guidelines for disciplinary procedure. അതിനകത്ത് തേർഡ് പോയിന്റ് വരെയാണ് നമ്മള്. അതെ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഡിസിപ്ലിനറി പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ when they are adopting disciplinary procedures, certain guidelines have to be followed. അല്ലെ? അതായത് ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ അതിൻ്റെതായ ചില ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ അത് എന്തിന്റെങ്കിലും ബേസിസിലായിരിക്കും. അപ്പൊ നമ്മൾ പോളിസീസ് പലതും കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സം പ്രൊസീജിയേഴ്സ്. എന്തെങ്കിലും ഗൈഡ് ലൈൻസിന്റെ അല്ലെങ്കിൽ ലോസ് അതായത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോളിസീസ് ഫ്രെയിം ചെയ്യുക. അഗെയിൻസ്റ്റ് ലോയോ അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ പോളിസീസോ ഒക്കെ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഫോളോ ബൈ ദ എംപ്ലോയീസിന് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചില ഗൈഡ് ലൈൻസ് കൂടി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു, ഡിസിപ്ലിനറി ആക്ഷന്റെ ഒന്നാമത്തെ ഗൈഡ് ലൈൻ ആണ് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് എനി employee make any misconduct or violate any of the rules and regulations of the organization. The employee must be timely action should be taken against that particular employee or employees. അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസോ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുക, ലംഘിക്കുകയോ ഏതെങ്കിലും രീതിയിൽ വേണ്ടാത്തത് ചെയ്യുകയോ മിസ്കണ്ടക്ട് ആണ്, അതായത് നമുക്ക് അരുതാത്തത് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈംലി ആക്ഷൻ ആണ് എടുക്കേണ്ടത്. പ്രോംപ്റ്റ് ആക്ഷൻ മീൻസ് ടൈംലി ആക്ഷൻ എന്ന് വെച്ചാൽ എളുപ്പം തന്നെ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. അപ്പോ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പണിഷ്മെന്റ് ആയിരിക്കാം. സംടൈംസ് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് പെനാൽറ്റി അല്ലെങ്കിൽ പിഴ, അല്ലെ, പിഴയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കാം ആ ഒരു ആക്ഷൻസ് ആയിട്ട് എടുക്കേണ്ടത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെനാൽറ്റീസോ അല്ലെങ്കിൽ ഇത്തരം ആക്ഷൻസും ഡിസിപ്ലിനറി ആക്ഷനും എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? The main purpose is to avoid any kind of violations of law by any other employees or the same employee further. അതായത് പിന്നീട് അതേ എംപ്ലോയിയോ അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസോ അത്തരം മിസ്റ്റേക്കുകൾ അത്തരം ലംഘനങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്തില്ല എങ്കിൽ വീണ്ടും അതൊരു പ്രചോദനമാണ് മറ്റേ എംപ്ലോയീസിനും അതുപോലെ തന്നെ അതേ എംപ്ലോയിക്കും. അവര് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തില്ല, എനിക്കെതിരെ ആക്ഷൻ ഒന്നും വന്നില്ല, സോ കുഴപ്പമൊന്നുമില്ല എന്ന ഒരു മൈൻഡ് ആകും, അല്ലെ? അപ്പൊ അങ്ങനെ ആകാതിരിക്കാൻ പ്രോംപ്റ്റ് ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് ആണ് ഒന്നാമത്തെ ഗൈഡ് ലൈൻ. രണ്ടാമത്തേത് എന്താ? പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മിസ്കണ്ടക്ട് എംപ്ലോയീസ് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യണം? അത് എന്താ പറയാ, അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, അത് എന്താണ്, ഒരു തെളിവാണ്. എന്ത് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്ത് ലോ ആണ് ഞാൻ വയലേറ്റ് ചെയ്തത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഷുഡ് ബി ദർ. അതൊന്നില്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും തരത്തിൽ അത് നമുക്ക് ഫോട്ടോസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർ അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു, സോ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓർ ദ റൂൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത്തരം ഒരു കാര്യം നമ്മുടെ ഓർഗനൈസേഷന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അതിനൊരു പ്രോപ്പർ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അത് റിട്ടേൺ രീതിയിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫോമിലായിരിക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാ? അതോറിറ്റി, അതായത് ഓർഗനൈസേഷന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ആ ഡോക്യുമെന്റ് they can
provide or produce it as an evidence. അതൊരു തെളിവായിട്ട് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടല്ലോ 2 പോയിന്റും? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. എന്ന് വെച്ചാൽ നമുക്കത് അതിലേക്ക് ഒന്നുകൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ ഗൈഡ് ലൈൻസ്. ഡിസിപ്ലിനറി പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രോംപ്റ്റ് ആക്ഷൻ എടുക്കണമെന്നും. രണ്ടാമത്തേത് ഡോക്യുമെന്റേഷൻ ചെയ്യണം. എന്ത് മിസ്കണ്ടക്ട് എംപ്ലോയീസ് ചെയ്താലും അതൊരു ഡോക്യുമെന്റ് റിട്ടേൺ ഫോമില് ഒരു എവിഡൻസ് ആയിട്ട് ആ മിസ്കണ്ടക്റ്റിന് എതിരെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോ എന്ത് പറ്റും? അതോറിറ്റിക്ക്, ഓർഗനൈസേഷന് അല്ലെങ്കിൽ എംപ്ലോയർക്ക് ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആസ് ആൻ എവിഡൻസ് ആയിട്ട് സമർപ്പിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? പിന്നെ അടുത്ത 3ാമത്തെ പോയിന്റ് വേഗം പറഞ്ഞാൽ ക്ലിയർ അല്ലേ? 2 പോയിന്റും 3 പോയിന്റ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം ബിക്കോസ് ഇനി ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തി അതിനെ ഒന്ന് എന്താ പറയാ ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി, അതിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡിൽ എന്താണോ എടുത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. ഇനി there should be some well trained officers or well qualified supervisors. That means while maintaining the or establishing some discipline policies, the supervisors who are supervising the employees should be well trained and well qualified. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ ഒക്കെ എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ചുമതല സൂപ്പർവൈസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സൂപ്പർവൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകൾക്ക്, ഓഫീസേഴ്സിന് അവർക്കും എന്തുണ്ടായിരിക്കണം? അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, ഏത് രീതിയിൽ അവരെ സൂപ്പർവൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണം. അതാണ് പറയുന്നത്. അവർ എന്തായിരിക്കണം? വെൽ ട്രെയിൻഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. ആരെങ്കിലും പിടിച്ചിട്ട് നിങ്ങൾ അതൊന്നും നോക്കി അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് ആണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ ജോബൊക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാത്ത ആളുകളെ പിടിച്ചിട്ട് നമ്മൾ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂപ്പർവൈസിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ നമ്മൾ വിടേണ്ടത്. അപ്പൊ സൂപ്പർവൈസേഴ്സ് ഷുഡ് നോ ക്ലിയർലി, അവർക്ക് എല്ലാം. അപ്പൊ എന്തറിയണം അവര്? ഞാനിപ്പോ സൂപ്പർവൈസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടുത്തെ ഡിസിപ്ലിനറി പോളിസി എന്താണെന്ന് ഞാൻ അറിയണം. എനിക്കറിഞ്ഞാലല്ലേ മറ്റുള്ളവർ അത് ഫോളോ ചെയ്യണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? നിയമങ്ങൾ എനിക്കറിയണം. അപ്പൊ ഞാൻ അറിഞ്ഞാലാണ് ഐ ക്യാൻ സൂപ്പർവൈസ് അതേഴ്സ്. എനിക്ക് മറ്റുള്ളവരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോ വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും ആളുകളൊക്കെ തമ്മിൽ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ചില അടിയോ പിടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒക്കെ ഓർഗനൈസേഷന് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അബ്രപ്റ്റ് ആക്ഷൻസ്, ചിലപ്പോ പെട്ടെന്നൊക്കെ എന്തെങ്കിലും എടുത്തടിച്ച പോലെയൊക്കെ ചിലപ്പോ ചില പ്രവർത്തനങ്ങളൊക്കെ സൂപ്പർവൈസേഴ്സ് ചെയ്താൽ ഭയങ്കര ട്രെയിൻഡ് അല്ലാത്ത ആരും എന്താ പറയാ പെട്ടെന്ന് ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ വരുന്ന സൂപ്പർവൈസേഴ്സിനൊക്കെ നമ്മൾ വിടുമെന്ന് വിചാരിക്കാം, എംപ്ലോയീസിനെ വാച്ച് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും. അപ്പൊ അവര് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിന് അവര് പേഷ്യന്റ് ആകും. എന്ന് വെച്ചാൽ എന്താ പറയാ സമചിത്തതയും ക്ഷമയൊക്കെ സംഭരിച്ചിട്ടായിരിക്കും ഇവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. അതിന് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിനെ അത് സാധിക്കുള്ളൂ. അല്ലാത്തവരൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവര് അതെന്താ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാത്ത, ഫോളോ ചെയ്യാത്ത, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എടുത്തടിച്ച പോലെ ചെയ്ത് ചിലപ്പോ പെട്ടെന്ന് അല്ല എന്തെങ്കിലും ആക്ഷൻസ് അത് ഇപ്പൊ തന്നെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഡാമേജസും ഓർഗനൈസേഷന് ഫേസ് ചെയ്യേണ്ടി വരും. അത് അതിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. സോ സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ് ഈസ് അനദർ ഗൈഡ് ലൈൻ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. മനസ്സിലായല്ലോ? 3ാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ? ആൻഡ് ദ 4th വൺ, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. ഒരു ഫെയർ ആയിട്ടുള്ള ഫെയർ ട്രീറ്റ്മെന്റ്, ഈക്വൽ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെ? അതായത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എന്താ പറയാ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മാനേജ്മെന്റ് എടുക്കുന്ന ഓരോ ഡിസിപ്ലിനറി ആക്ഷൻസും ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. ആർക്കും പക്ഷപാതമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. അത് അപ്പൊ അവർ കമ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന ലോസ് അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന മിസ്കണ്ടക്ട് അതൊക്കെ എംപ്ലോയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എംപ്ലോയി ആയിക്കോട്ടെ, വെദർ ദേ ആർ ഹയർ ലെവൽ എംപ്ലോയി ഓർ ലോവർ ലെവൽ എംപ്ലോയി, ഏറ്റവും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അവര് ചെയ്യുന്ന പണി കുറ്റങ്ങൾ ബിഗ് ഓർ സ്മോൾ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഫെയർ പണിഷ്മെന്റുകൾ ആയിരിക്കണം ഷുഡ് ബി ഗിവൺ. അല്ലെങ്കിൽ മാത്രമല്ല
അങ്ങനെ അവർക്ക് അർഹിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പണിഷ്മെന്റുകളായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് അതിന്റെ നേച്ചർ നോക്കിയിട്ട് എങ്ങനെയുള്ള മിസ്കണ്ടക്ട്, എങ്ങനെയുള്ള ലോ ആണ് അവര് വയലേറ്റ് ചെയ്തത്, ഇതൊക്കെ നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. തക്കതായ കാരണത്തിന് തക്കതായ രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ബി ഗിവൺ വൺ ചാൻസ് ടു ക്ലിയർ ദെയർ പോയിന്റ്. ഇനി ആ മിസ്കണ്ടക്ട് ഞാൻ എന്തുകൊണ്ട് വരുത്തി, അപ്പൊ അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു കാരണം ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എംപ്ലോയിക്ക് പറയാനുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് ആൾക്ക് കൊടുത്തിരിക്കണം. അല്ലാതെ വേഗം എടുത്ത് ചാടി ആക്ഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അത്, അപ്പൊ ഞാൻ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് അതിനൊരു ഉത്തരം നൽകാനുള്ള ഒരു ചാൻസ് അവർ എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. അല്ലെ, എന്തെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു, ഈവൻ പോലീസിലൊക്കെ നമുക്കറിയാം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ പിടിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് അവരത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്തുകൊണ്ട് അത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ലേ? ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഇഫ് എനി എംപ്ലോയി കണ്ടക്ട് എനി മിസ്റ്റേക്ക് ദേ ഷുഡ് ബി ഗിവൺ വൺ ചാൻസ് ടു ക്ലിയർ ദെയർ പോയിന്റ്. അവരുടെ ആ ഒരു പോയിന്റ് അവർ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് വ്യക്തമാക്കാനുള്ള ഒരു സമയം അവർക്ക് കൊടുത്തിരിക്കണം എന്നാണ് ആ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? No response? Yes. Okay. Then അടുത്ത ഫിഫ്ത് പോയിന്റ് എന്താണ്? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ പ്രൈവറ്റ്. പ്രൈവറ്റ് ആയിട്ട് എടുക്കണം. എന്താ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ? സ്വകാര്യമായിട്ട്. എന്ന് വെച്ചാൽ ചിലപ്പോ നമുക്കറിയാം ഇഫ് എനി എംപ്ലോയി കണ്ടക്ട്സ് എനി മിസ്റ്റേക്സ് ഓർ വയലേറ്റ് എനി ലോസ്, സംടൈംസ് the organization may make some punishments and also make fun of that particular employee or employees in front of other employees. ചിലപ്പോഴൊക്കെ ചില ഓർഗനൈസേഷനിൽ ആരെങ്കിലും ഇതുപോലെയൊക്കെ തെറ്റുകൾ, ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിരിക്കാം, അബദ്ധം കൊണ്ട് വന്നതാകാം, വിൽഫുള്ളി ചെയ്തതാവില്ല, പക്ഷെ എങ്കിലും തെറ്റാണ്. ഓക്കെ, എന്ത് തന്നെയായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് എന്താ പറയാ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ആളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പണിഷ്മെന്റുകളോ കൊടുക്കാതിരിക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ആൾക്ക് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യമായിട്ടൊക്കെ, അതായത് മറ്റു കൊളീഗ്സിന്റെ നമ്മളുടെ കൂടെയുള്ള കോവർക്കേഴ്സിന്റെ മുമ്പിലൊക്കെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളെ അങ്ങനെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോഴോ പ്രവർത്തിപ്പിക്കുമ്പോഴോ എന്ത് പറ്റും? അതൊരു നമ്മളുടെ മനസ്സിൽ എന്നും ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് അവിടെ കിടക്കും. അല്ലെ, ആ സമയം തെറ്റാണ് ഞാൻ ചെയ്തത്, എനിക്ക് പണിഷ്മെന്റ് കിട്ടി, ഓക്കെ, ഞാൻ എന്റെ പണിഷ്മെന്റ് ഏറ്റ് വാങ്ങി, അതവിടെ ആ പണിഷ്മെന്റോടുകൂടി അവിടെ തീരും. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പില്, ഒരുപാട് വർക്കേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ടത് ചെയ്യുമ്പോൾ അതിന്റെ പണിഷ്മെന്റിന്റെ വേദന മാറിയേക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ തട്ടിയ വേദന അവിടെ കിടക്കും. അല്ലെ, അപ്പൊ അത് ഒഴിവാക്കുക. അതുകൊണ്ടാണ് പ്രൈവറ്റ് ആയിട്ട്, അതായത് സീക്രട്ട് ആയിട്ട്. സീക്രട്ട് മീൻസ് അത്ര എന്താ പറയാ, പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ഭയങ്കര രഹസ്യമായി പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല, അത് എല്ലാവരുടെയും മുമ്പിൽ ഒരു വേദിയാക്കി, ഒരു പബ്ലിക് ഷോ ആക്കി മാറ്റുന്നത് അവോയ്ഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ കേട്ടോ. ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു റെക്ടിഫൈ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി എന്ത് ചെയ്യാൻ പറ്റും? റോണിയസ് ബിഹേവിയർ ബൈ ടേക്കിംഗ് അപ്രോപ്രിയറ്റ് സ്റ്റെപ്സ് എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു തെറ്റായ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ തെറ്റായ ഒരു പെരുമാറ്റം നമുക്ക് ഈ പറയുന്ന ചെറിയ എന്താ പറയാ ഈ പണിഷ്മെന്റോടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ വിദ്യാർത്ഥാവാക്കാതെ എന്ത് ചെയ്യാം? അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റും, റെക്ടിഫൈ ചെയ്യാൻ. റോണിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാൾസ് ബിഹേവിയർ എന്നാണ്, തെറ്റായ പെരുമാറ്റം. നമുക്ക് തിരുത്താൻ സാധിക്കും. ക്ലിയർ ആയോ? ഫിഫ്ത് പോയിന്റ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത് വളരെ സ്വകാര്യതയോടെയാണ്. പ്രൈവറ്റ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? പോയിന്റ് ഫിഫ്ത് വൺ ഇല്ലല്ലോ. അടുത്തതിലേക്ക് പോവുകയാണേ. യെസ്, പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. whatever procedures are established in the organization for discipline. നമ്മൾ ഡിസിപ്ലിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ നമ്മൾ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷുഡ് ബി കെയർഫുള്ളി ലേഡ് ഡൗൺ എന്ന് പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ എന്താ? അത് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇന്നതാണ് ഇന്ന കാര്യവുമായി ബന്ധപ്പെട്ട പോളിസീസ്. ഇപ്പൊ ഓർഗനൈസേഷനിൽ ഇത്ര മണിക്കാണ് എല്ലാവരും വരേണ്ടത്. ആ സമയത്ത് നമ്മൾ നമ്മളുടെ സീറ്റിൽ, നമ്മളുടെ ജോലി ചെയ്യുന്ന അതേ പൊസിഷനിൽ എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇഫ് എനി വൺ ഓഫ് ദ എംപ്ലോയി എന്താ പറയാ വയലേറ്റ് സച്ച് ലോ, ആ ഒരു നിയമം തെറ്റിച്ചു, സമയം തെറ്റിച്ചു വരുന്നു, അങ്ങനെ വരികയാണെങ്കിൽ ദേ വിൽ ബി ഗിവൺ സച്ച് എ പണിഷ്മെന്റ്. ഇന്ന പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്താണോ ഇതിന് ഉള്ള ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താണോ ഇതിനുള്ള ഒരു
പെനാലിറ്റി അതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് വിൽ ബി ഓൾവേസ് ബോതേർഡ് അബൌട്ട് ദെയർ പണിഷ്മെന്റ്. എന്ത് പറ്റും എംപ്ലോയീസിന് തങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാകാവുന്ന ആ ഒരു പണിഷ്മെന്റിനെ കുറിച്ച് എപ്പോഴും ബോതേർഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറ്റും, നമ്മൾ ബോതേർഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തെറ്റിക്കും. നമ്മൾ ദൂരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഡേ ബൈ ഡേ നമ്മൾ അറിഞ്ഞും അറിയാതെ ഒക്കെ എപ്പോഴും പല ലോസും എന്താ പറയാ എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്യുന്നവരാ. ഫോർ എക്സാമ്പിൾ റോഡ് ലോസ്, റോഡ് നിയമങ്ങൾ ഫോളോ ചെയ്തല്ലേ അല്ലെ? നടക്കുന്നതിന് വണ്ടി ഓടിച്ചു പോകുന്നതിനും ഒക്കെ ഓരോ നിയമമുണ്ട് അല്ലെ? എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്യാണ്. ഇന്ന് ഞാനിപ്പോ അത് ഫോളോ ചെയ്യുന്നില്ല, തെറ്റിച്ച് പോകുകയാണ്. റോഡിന്റെ നടുക്കേ കൂടെ തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളൂ, മാറ്റുന്നില്ല വണ്ടി. വേറെ എഗെയിൻസ്റ്റ് ആയിട്ടോ എന്റെ പുറകിൽ കൂടെയോ മുന്നിൽ കൂടെയോ എവിടെന്നെങ്കിലൊക്കെ വണ്ടി വന്നോട്ടെ, ഞാൻ ഇത് തന്നെ ഓടിക്കുന്നുള്ളൂ, ബിക്കോസ് എനിക്ക് എന്റേതായ ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിച്ച ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മള് ആ ലോസ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. വണ്ടി ഓടിക്കുന്നവൻ പ്രായപൂർത്തിയായവരാണ്. തീർച്ചയായിട്ടും ദേ ഹാവ് ടു നോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ റോഡ്. റോഡിന്റെ നിയമങ്ങൾ അവർ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണല്ലോ നമുക്ക് ലൈസൻസ് കിട്ടുക തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താണ് നമ്മൾ പിന്നീടുള്ള സമയങ്ങളിലെല്ലാം നമ്മുടെ വാഹനങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. സോ അതുപോലെ ആയിരിക്കണം എന്ത് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണ്. അതിന് പണിഷ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്യണേ. നമ്മളിപ്പോ നിയമം തെറ്റിച്ചാൽ ഹെൽമെറ്റ് വെക്കണം വണ്ടി ഓടിക്കുമ്പോ, അത് നമുക്കറിയാവുന്ന. അപ്പൊ ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ ഓടിക്കില്ല വണ്ടി. ഓടിച്ചാൽ തന്നെ എവിടെയെങ്കിലും മുക്കിലും മൂലയിലൊക്കെ പോലീസ് നമ്മളെ വാച്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേല് പോകാൻ പറ്റില്ല വഴി കൂടി അല്ലെ? നമ്മൾ തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു സിഗ്നൽ തന്നാൽ, അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട് റോഡില്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് അപകടങ്ങളെ ഒഴിവാക്കാൻ അല്ലെ? നമ്മൾക്കുണ്ടാകുന്ന വലിയ വലിയ ആക്സിഡന്റ്സിൽ നിന്നും വലിയ പരിക്കുകളില്ലാതെ അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡന്റ് എന്താ പറയാ ഇഞ്ചുറീസ് ഇല്ലാതെ രക്ഷപ്പെട്ടാല് അത് തലയാണ് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കേണ്ടത്. അതിനൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അല്ലെ? നിങ്ങളുടെ തല, നിങ്ങളുടെ പൈസ, ഹെൽമെറ്റ് വാങ്ങുമോ വെക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാലോ. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയല്ല. അപ്പൊ പണിഷ്മെന്റിനെ കുറിച്ച് ഒരു ബോധറിങ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഇഫ് ദ എംപ്ലോയി ഡസ് സം മിസ്റ്റേക്സ് ദേ ഹാവ് ടു നോ വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഡൺ, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ പണിഷ്മെന്റ് അഗെയിൻസ്റ്റ് ഇറ്റ്, അതിനുള്ള ശിക്ഷ എന്താണ് എന്നെപ്പോഴും അവർക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ ഡിസിപ്ലിൻ പോളിസീസ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ക്ലിയർലി ആയിരിക്കണം, പീരിയോഡിക്കലി റിവ്യൂഡ് ആയിരിക്കണം. ഇനി എന്താ പീരിയോഡിക്കലി റിവ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. ആ വരുത്തിയ മാറ്റങ്ങളും ബാക്കിയുള്ളവരെ അറിയണം. ഇതിന്റെ ഈ ഒരു ഡിസിപ്ലിൻ പോളിസിയിൽ മാറ്റമുണ്ട്, ഇത് ഇത്ര വരെ ഇങ്ങനെയായിരുന്നു, ഇനി ഇത് മാറി ഇങ്ങനെയാണ് കേട്ടോ. മാറ്റം വരുമ്പോ എന്താണ് നമ്മൾ കൊണ്ടുപോയി മാറ്റം വരുത്തിയത് ബുക്കിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഡോക്യുമെന്റിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല, റെക്കോർഡ്സിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി വെൽ നോൺ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഫോളോ ചെയ്യേണ്ടതാണ് ഡിസിപ്ലിൻ പോളിസീസ്. അത് അവരെയും അറിയിക്കണം, അവർക്കും ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആറാമത്തെ പോയിന്റ് മനസ്സിലായോ? And it should be updated. Reviewed എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന്. മാറ്റങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റങ്ങൾക്ക് വിധേയമായി ആ പോളിസീസിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്. പിന്നെന്താ ലാസ്റ്റ് പോയിന്റ്? കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ എങ്ങനെയായിരിക്കണം? കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പോ ഒരു എന്താ പറയാ ഒരു പോളിസി കൊണ്ടുവന്നു, ആ പോളിസി അത് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അവോയ്ഡിങ് ദ വയലേഷൻസ്. അത് തെറ്റിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ പെനാലിറ്റീസ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്നതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. എന്തായാലും അവര് നിയമം തെറ്റിച്ചാൽ എന്ത് ചെയ്യാം? അവരേത് പെനാൽറ്റി വാങ്ങിക്കാം. അത് ഉദ്ദേശിച്ചാവരുത് നമ്മളൊരു പോളിസി രൂപീകരിക്കുന്നത്. അവരത് തെറ്റിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം എന്ത് ചെയ്യുക? പോളിസീസ് ഫ്രെയിം ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിപ്ലിനറി പോളിസീസ് ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ പ്രത്യേകത ഇതാണ്. ഒരാളില് പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കരുത് പോളിസീസ് ഫ്രെയിം ചെയ്യുമ്പോൾ. അതെങ്ങനെയായിരിക്കണം? അവോയ്ഡിങ് വയലേഷൻസ് ആണ്. വയലേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടി. വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലംഘനങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പോളിസീസ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഏഴാമത്തെ പോയിന്റ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. Disciplinary action should be constructive. It should focus on avoiding violations rather than imposing penalties. Penalties ചാർത്തുക അല്ലെങ്കിൽ ചുമത്തുക എന്നുള്ളതിനേക്കാൾ എന്താ പറയാ ഈ നമ്മുടെ വയലേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതിൽ ഉദ്ദേശിച്ചായിരിക്കണം നമ്മുടെ ഡിസിപ്ലിനറി പോളിസീസ് ഫ്രെയിം ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ?
Okay. Appa these are the 7 guidelines of disciplinary procedure. Disciplinary procedures il varuna pradhanappetta 7 guideline-കളാണ് നമ്മളിപ്പോ കണ്ടത്. ഈ 7 പോയിന്റുകൾ പോയിന്റ് വൈസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ പോയിന്റും പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ 1-2 സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പറയാം. ഈ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ സെന്റൻസിൽ വല്ലതും നമ്മൾ അണ്ടർലൈൻ ചെയ്തിരുന്നോ? ചെയ്തെങ്കിൽ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഏതെങ്കിലും സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോയിന്റിൽ അണ്ടർലൈൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഇനി 4th പോയിന്റില് ഒരു ആദ്യത്തെ സെന്റൻസ് ആണ് ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് കേട്ടാ. പിന്നെ അടുത്തതില് ഏഴാമത്തെ പോയിന്റ് ആണ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് എന്നും പിന്നത്തെ സെന്റൻസ് ഇറ്റ് ഷുഡ് ഫോക്കസ്. ഇറ്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എന്ന് തന്നെയാണ്. ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് ദ വയലേഷൻസ് rather than imposing penalties. Erroneous means false തെറ്റായ പെരുമാറ്റം. false behavior എന്നർത്ഥം. falseന്റെ മറ്റൊരു സിനോണിം പദമാണ് erroneous എന്ന് പറയുന്നത്. കിട്ടിയോ? ഏഴാമത്തെ പോയിന്റിൽ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് വായിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഫോക്കസ് പഠിക്കരുത് നിങ്ങൾ. ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. അടുത്ത ഹെഡിങ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിന്റെ പ്രാധാന്യം. എന്തായാലും ഒരു ഓർഗനൈസേഷനിലും എന്താണ് ഡിസിപ്ലിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഡിസിപ്ലിന് അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട് ഓരോ ഓർഗനൈസേഷനിലും. എന്തൊക്കെയാണ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം? ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. ഒന്നാമത്തെ കാര്യം എന്താ? എംപ്ലോയിന്റെ പെരുമാറ്റങ്ങളെ നമുക്ക് എന്താ ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മോശമായ പെരുമാറ്റത്തെ വേണമെങ്കിൽ നല്ല രീതിയിൽ ആക്കാൻ പറ്റും. കാരണം എന്താണ്? ഇഫ് എനി എംപ്ലോയി മേക്ക് സം മിസ്റ്റേക്സ് ഓർ മിസ്കണ്ടക്ട് ഇറ്റ് വിൽ ബി കറക്റ്റഡ് ഫ്രം ടൈം ടു ടൈം. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിവിടെ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്താണ്, ഞാൻ എന്താ പറയാ, അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ, അറിഞ്ഞായിരിക്കും ചിലപ്പോ മിസ്റ്റേക്ക് അങ്ങനെ വരുത്താൻ വഴിയില്ല, പക്ഷെ ചില ആളുകളുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് കറക്റ്റ് ചെയ്യും നമ്മളെ, അല്ലെ? അതിങ്ങനെയല്ല കേട്ടോ, ടീച്ചറെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആരെങ്കിലും എന്താ പറയാ അതിന് ബന്ധപ്പെട്ട അതോറിറ്റീസ് നമ്മളെ അത് കറക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇങ്ങനെ സമയാസമയങ്ങളിൽ നമ്മൾക്ക് കറക്ഷൻസ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആകും, അല്ലെ? നമ്മളുടെ പെരുമാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ആളുകളാകാനും സാധ്യതയുണ്ട്. ഓക്കെ. ഇനി അപ്പൊ ഇങ്ങനെ മാത്രമല്ല, എംപ്ലോയീസിനെ ഈ പറയുന്ന പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പെനാലിറ്റീസ് ചുമത്തുക എന്നുള്ളത് മാത്രമൊന്നുമല്ല ഈ പറയുന്ന ഡിസിപ്ലിൻ പോളിസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ പെനാൽറ്റി കൊണ്ടുകൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഷുഡ് ബി ദർ. ആ പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആകും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഡിസിപ്ലിൻഡ് ആയി, ബിക്കോസ് വി ആർ ഫോളോയിങ് ദാറ്റ് പർട്ടിക്കുലർ കോഡ് ഓഫ് കോണ്ടാക്ട്. അവിടുത്തെ പെരുമാറ്റ ചട്ടങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുമ്പോൾ കൃത്യത, പല രീതിയിലുള്ള നമ്മുടെ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ ഒക്കെ താനെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും. ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ ഡിസിപ്ലിൻ പോളിസി കൊണ്ടുള്ള പ്രാധാന്യമാണ് നമ്മൾ കണ്ടത്. മനസ്സിലായോ? എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ മഴയൊക്കെ കൂടുതൽ വന്നതുകൊണ്ട് നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് റെസ്പോൺസ് കൂടി ചെയ്യാണ്ട് വരുമ്പോ നമ്മളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, നിങ്ങൾ കേൾക്കാത്തതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നമ്മളുടെ പാത്ത് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കണക്ഷൻ കറക്റ്റ് റൈറ്റ് വേയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വിചാരിക്കുമോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വെറുതെ ആയോ, ആരും കേട്ടില്ല എന്ന് തോന്നുന്നു എന്നാവും കേട്ടാ. അപ്പൊ അതുകൊണ്ടാ. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ എന്ന് പറയുന്നതിൽ ആദ്യത്തെ സെന്റൻസ് എന്നാണ് അണ്ടർലൈൻ ചെയ്തേക്കാം. ഫ്രം ടൈം ടു ടൈം വരെയുള്ളത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഒരു സുരക്ഷിതത്വം നൽകുന്നുണ്ട് നമ്മുടെ ഡിസിപ്ലിൻ പോളിസീസ് കൊണ്ടുവരികയാണെങ്കിൽ. കാരണം നമുക്കറിയാം, when the individuals or the employees are working in an organization, they have different natures and also they have different behavior. നമുക്കറിയാം
ഓരോ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്ന എംപ്ലോയീസ് നമ്മൾ തുടക്കം പറഞ്ഞ കാര്യങ്ങളാണ്. എംപ്ലോയീസ് പല പല വീടുകളിൽ നിന്ന് വരുന്നു, പല പല സ്വഭാവം ഉള്ളവരാണ്, പല പെരുമാറ്റ രീതികളുള്ളവരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ ഇഷ്ടംപോലെ എല്ലാവരും കൂടി വന്ന ഒരു റൂഫിന്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യാണ്. Sometimes the bad behavior or misconduct of certain employees may affect his fellow workers also. ചില ആളുകളുടെ മോശമായ പെരുമാറ്റം, ബിഹേവിയർ, അതുപോലെ തന്നെ മിസ്കണ്ടക്ട്, അത് മറ്റ് ജോലിക്കാരെയും ബാധിക്കാൻ ഇടയുണ്ട് അല്ലെ. ഇപ്പൊ എന്താ പറയാ, നമ്മൾ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ നേച്ചറിലുള്ള ഒരേ സ്വഭാവക്കാരല്ല. അവർ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്നവരെല്ലാവരും കുറെ പേര് നല്ലവരുണ്ടായിരിക്കും, കുറെ പേര് ചീത്തവരുണ്ടായിരിക്കും. ഇതിന് രണ്ടിന്റെ ഇടയിൽപ്പെട്ട കുറച്ചൊക്കെ നല്ലവും കുറച്ചൊക്കെ ചീത്തയുമായിട്ടുള്ള സ്വഭാവ രീതിയിലുള്ളവരുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പോകെ എല്ലാവരും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഐക്യമൊക്കെ ആകും. മീൻസ് നമുക്ക് ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ആകും. സംടൈംസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്തൊക്കെ എന്ത് വരാൻ സാധ്യതയുണ്ട്? നല്ല പെരുമാറ്റമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരില്? മോശം, അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പറയാറുണ്ടല്ലോ, അവരുടെ കൂടെ കൂടിയപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയായേ, ഇങ്ങനെയായേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യാറില്ലേ. ഇപ്പൊ നമ്മളുടെ വീട്ടിലുള്ള ആളുകളെ, കുട്ടികളെ ഇവർ നമ്മൾ പറയാറുണ്ട്, നിനക്ക് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായില്ലല്ലോ, അപ്പൊ നിന്റെ കൂട്ടുകാരൊക്കെ, ഞാൻ സ്കൂളിൽ വരട്ടെ ചോദിക്കട്ടെ, നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് ചോദിക്കട്ടെ, നിനക്ക് എവിടെ നിന്ന് ഇതൊക്കെ കിട്ടിയ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടികളോട്. ലൈഫ് അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലും ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതാ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര്, ചില നമ്മുടെ എന്താ പറയാ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാർട്ട്നേഴ്സ് ജോലി ചെയ്യുന്നു, അപ്പൊ അവരോടൊപ്പം കൂടിയാണോ നിനക്ക് ഈ സ്വഭാവം കിട്ടിയത് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും. മേ ബി അങ്ങനെ വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും അവരെ കാണാനല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്, വീടുകളേക്കാൾ അല്ലെ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം, മെജോറിറ്റി ടൈം നമ്മൾ പകൽ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഓഫീസുകളിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുമാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവിടത്തെയുള്ള ചില ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു വരും. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്ത് പറ്റും, ഈ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇഫ് ദർ ഈസ് സം ഡിസിപ്ലിനറി പോളിസീസ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിസിപ്ലിനറി പോളിസി ഒരു ഓർഗനൈസേഷന് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഇതിനകത്തേക്കൊക്കെ നമ്മൾ ചെന്ന് വീഴാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. കാരണം എന്താ, ആ പോളിസി ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ എന്തെങ്കിലും മോശമായ ഒരു ഇത് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലേക്ക് ഞാൻ എന്റെ ഒരു കോവർക്കറിനെ ക്ഷണിക്കാറുണ്ട്, നമുക്ക് ഇന്ന സമയത്ത് ഇറങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോകാം, നേരത്തെ പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്വാധീനിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ജോലിക്കാരെ എന്റെ കൂടെ കൂട്ടിയിട്ട് എന്റെ കൂട്ടുകാരി എന്നും പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, അവിടുത്തെ ലോയ്ക്കോ നിയമോ ഒന്നൊക്കെ തെറ്റിച്ച് നമ്മൾ പോകാമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അവരെ കൂടി തെറ്റിക്കുകയാണ് അല്ലെ. പക്ഷെ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന എന്റെ കോവർക്കർ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് അഗേൻസ്റ്റ് ലോ എന്ന് ആള് മനസ്സിലാക്കണം. എന്ത്, അത് പറ്റില്ലല്ലോ, നമുക്ക് ഇതല്ലേ സമയം, നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന്, നീ പോയിക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇല്ലേ. കാരണം അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഇവിടെ, ആ ഒരു പോളിസി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വർക്കർ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ വിളിക്കില്ല വരേണ്ടത്, എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ ആണ് അവർക്ക് സാലറി കൊടുക്കുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവർ ഫോളോ ചെയ്യുന്നത് അവിടുത്തെ പ്രിൻസിപ്പിൾസും ലോസും റൂൾസും ആണ്. അല്ലാണ്ട് ഞാൻ വിളിക്കുമ്പോ എന്റെ കൂടെ പോരുന്നതല്ല. അങ്ങനെയുള്ള ബാഡ് പെർഫോമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ് ബിഹേവിയേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചില എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിനറി പോളിസീസ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ അത്തരം പോളിസി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് എംപ്ലോയീസുമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ്ഡ് ആകാൻ പറ്റില്ല, ആരും സ്വാധീനിച്ചിട്ടും കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ടു ഫോളോ ദ പോളിസീസ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്നെ തന്നെ ഉദാഹരണമാക്കിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പോയിന്റില് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ്. ഓക്കെ, വായിച്ചിട്ട് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ? മനസ്സിലായല്ലോ?
യെസ്, സൗണ്ട് കേൾക്കണ്ടോ? എന്റെ സൗണ്ട് കേൾക്കണ്ടോ? മര്യാദക്ക് ക്ലിയർ ആണോ സൗണ്ട്? വായിച്ചത് ക്ലിയർ ആണെന്നല്ല, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, അതെ, ഇത്തിരി പതുക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഒത്തിരി സൗണ്ട് കുറച്ച്, എന്റെ ഫുൾ സ്ട്രെങ്ത് ഒന്നും വന്നില്ല. ബിക്കോസ് 10 ക്ലാസ് എടുക്കുന്ന അവര് വന്നിട്ട് നേരത്തെ ഒന്ന് ആരോ തട്ടിയെന്ന് തോന്നണ്. ഇത്തിരി സൗണ്ട് കുറയ്ക്കാനായിരിക്കാം. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓട്ടോമാറ്റിക്കലി വരുന്നു പോകുന്നതാ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോ വട്ട് എവർ ദ ഡിസിപ്ലിനറി പോളിസീസ്, ആ ഡിസിപ്ലിനറി പോളിസീസ് ഒക്കെ ആരെങ്കിലും തന്നെ തെറ്റിച്ചാല് അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ അനന്തരഫലം, അങ്ങനെ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അനന്തരഫലം, ആഫ്റ്റർ ഇഫക്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഷുഡ് ബി മെൻഷൻ ഇൻ ദ ഡിസിപ്ലിൻ പോളിസി. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് വ്യക്തമാക്കി അവിടെ ഉണ്ടായിരിക്കണം. ഇന്ന കാര്യം ചെയ്താൽ ഇന്നതാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ്. അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവര് ആ പോളിസീസ് ഫോളോ ചെയ്യാനാണ് നോക്കുക. അത്രയധികം എംപ്ലോയീസ് ഒന്നും എന്ത് ചെയ്യില്ല, അത് ഡിസൊബേ ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ്. അപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെങ്കിൽ പോളിസീസ് മേക്സ് ഓർ ഗിവ്സ് സം പ്രൊട്ടക്ഷൻ ഓർ സെക്യൂരിറ്റി ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഒരു സുരക്ഷിതത്വ ബോധമാണ് അവിടെ കൊടുക്കുക. കാരണം ഞാനത് തെറ്റ് ചെയ്താൽ അതിന് അഗെയിൻസ്റ്റ് എനിക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി നമുക്ക് ഈ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പോളിസി നമുക്ക് തരുന്നുണ്ട്. അതാണ് പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ, നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ പറഞ്ഞത്? ഇംപ്രൂവ്സ് പെർഫോമൻസ് ആണ്. നേരത്തെ നമ്മൾ ഇംപ്രൂവ്സ് എംപ്ലോയിയുടെ ബിഹേവിയർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു കൃത്യമായ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ്, ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് വിൽ വർക്ക് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻസിലി, അല്ലെ? എഫിഷ്യന്റ്ലി. എല്ലാ ജോലിക്കാരും കൃത്യമായിട്ട് കൃത്യതയോടെ ഭയങ്കര കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യും. കാരണം അവിടെ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോ എംപ്ലോയി ഡിസിപ്ലിൻ എന്തൊക്കെ ഫോളോ ചെയ്യണം, അതിനകത്ത് അവർക്കറിയാം വിൽ ബി വാട്ട് എവർ വിൽ ബി ദ പ്രോബ്ലംസ്. അവര് എംപ്ലോയീസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്ക്? മാനേജ്മെന്റിനും ഓർഗനൈസേഷനും ഇപ്പൊ കണ്ടെത്തുകയാണ്. എല്ലാവരും ഡിസിപ്ലിൻ പോളിസീസ് ഫോളോ ചെയ്യുന്നു. ഇനി അതിനകത്ത് ആരെങ്കിലും 1-2 പേര് എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ അത് ആരാണെന്നും എന്താണെന്നും വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? ബാക്കി എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇഫ് എനിബഡി ഓർ one or two or three എംപ്ലോയീസ് മാത്രം ഇതുപോലുള്ള എന്തെങ്കിലും മിസ്ബിഹേവിയർ നടത്തുകയാണെങ്കിൽ അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. മാത്രമല്ല ഡിസൊബീഡിയൻസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അനുസരണക്കേട്, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ഇന്ന പെർഫോമൻസ് ആണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കുക, അല്ലെ? അങ്ങനെയൊക്കെ. പിന്നെ മാത്രമല്ല കോൺസെൻട്രേഷൻ ഇല്ലാണ്ടിരിക്കുക, ജോലിയിൽ ഡെഡിക്കേഷൻ ഇല്ലാണ്ടിരിക്കുക, പിന്നെ ഡ്യൂട്ടി ടൈമൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ചെയ്യുക. ഇതൊക്കെ മനുഷ്യന്മാര് നടത്തുന്ന അവരുടെ പെർഫോമൻസിൽ വീഴ്ചകൾ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? ബാക്കിയുള്ളവരും കൃത്യമായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ 1-2 പേരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അവരെ പോയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇംപ്രൂവ്സ് പെർഫോമൻസ്. എംപ്ലോയീസ് എല്ലാവരും ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ അവർ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇനി ആരെങ്കിലും അതുപോലെ എങ്ങനെ ഡിസിപ്ലിൻ പോളിസി കീപ്പ് ചെയ്തിട്ടും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ സച്ച് പ്രോബ്ലംസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഈസിലി. പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന്. എന്ത് പ്രോബ്ലംസ് എംപ്ലോയീസ് ചിലപ്പോൾ ചെയ്യാം? ഈ പറയുന്ന കാര്യങ്ങൾ: ഡിസൊബീഡിയൻസ് ഓഫ് എനി ലോ ആൻഡ് ഓർഡർ ഓഫ് ദ കമ്പനി, നോൺ ഡിസൈറബിൾ പെർഫോമൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ടീച്ചേഴ്സ് ആണ്, ഇവിടെ വന്നു പഠിപ്പിക്കുന്നു, നമുക്ക് 1 മണിക്കൂർ ടൈമാണ് ഒരു ക്ലാസ്സിന് വേണ്ടി തരുന്നത്. 10 മിനിറ്റ് ക്ലാസ് എടുക്കുന്നു, ബാക്കി സമയം നമ്മൾ സംസാരിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ആ ടൈം യൂസ് ചെയ്യാണ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവർ ടൈം, ഗിവൺ ടൈമാണ്. നമുക്കറിയാം ഇതൊരു പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇത്തരം കോഴ്സുകൾക്ക് ആ അലോട്ട് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ അവേഴ്സ് കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മന്തും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിതിൻ ദാറ്റ് ടൈം, ആ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ നമുക്ക് there is no time to waste. നമ്മുടെ ഡ്യൂട്ടി ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില എംപ്ലോയീസ് അങ്ങനെയുണ്ട്, അവരുടെ ഡ്യൂട്ടിക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അത് വേസ്റ്റ് ആക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? 3rd പോയിന്റ് മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു നോക്ക് വേഗം. A proper discipline policy makes employees work effectively എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇംപ്രൂവ്സ് പെർഫോമൻസിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ടത് വായിച്ചു നോക്കുക. കഴിഞ്ഞ വായിക്കാൻ സമയം തന്നെ അത് വായിക്കാൻ തന്നെയാണ് കേട്ടോ. ഒന്ന് വെറുതെ നിങ്ങൾക്ക് പിന്നീട് സമയം ഇല്ലെങ്കിൽ കൂടി ഞാനിവിടെ ഒരു 2 മിനിറ്റ് ഇടയ്ക്കൊക്കെ തരുന്നുണ്ട്. ആ സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാട്ടോ. അപ്പൊ ഒന്ന് വായിച്ചില്ല, അപ്പോഴെങ്കിലും എനിക്കൊന്ന് വായിച്ചു ഒന്ന് എന്റെ മനസ്സിനെ എനിക്കെന്നൊന്ന് ബോധ്യപ്പെടുത്താലോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയണേ. നമുക്ക് എല്ലാവർക്കും പല പല കാര്യങ്ങളുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലാണ് നിങ്ങൾ ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നവരും ഉണ്ട്, അങ്ങനത്തെ ഉള്ളവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഇരിക്കുന്ന ആ സമയം അപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് വായിച്ചു നോക്കാനാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ്, ഇനി മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണ്, ഇതുപോലെയുള്ള ഡിസിപ്ലിൻ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രാധാന്യം, ഇറ്റ് ഇൻക്രീസസ് ദ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. ഓർഗനൈസേഷന്റെ ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ, ലാഭം വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകുന്നു. അതെങ്ങനെയാ? ആരെങ്കിലും ഡിസിപ്ലിൻ ഫോളോ ചെയ്താൽ എല്ലാവർക്കും ഓർഗനൈസേഷൻസിന് ലാഭം കൂട്ടിത്തരാമെന്ന് ഗവൺമെന്റോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ഓർഗനൈസേഷന്റെ പോളിസീസ് എല്ലാം ഫോളോ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് എംപ്ലോയീസ് പ്രവർത്തിച്ചാൽ എന്ത് പറ്റും? എംപ്ലോയീസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഇത് വിൽ ബ്രിങ് ഗുഡ് റിസൾട്ട്സ് ടു ദ ഓർഗനൈസേഷൻ. അത് ബിസിനസ്സിന് നല്ല റിസൾട്ട് ആണ് കൊണ്ടുവന്ന് കൊടുക്കുക, നല്ല ഔട്ട്പുട്ട് കൊടുക്കും. നല്ല ഔട്ട്പുട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഔട്ട്പുട്ട് വിറ്റാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ എന്താ? ഓൺലൈൻ കോഴ്സസ് ആണ് പലതിന്റെയും നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സ് ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് കൃത്യസമയത്തിന് ക്ലാസ്സിൽ കയറുന്നു, അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ക്ലാസ് വിട്ടിറങ്ങുന്നു. ഇരിക്കുന്ന ഓരോ മണിക്കൂറുകളും ക്ലാസ്സസ് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് എടുക്കുന്നു. അതൊക്കെ ഇഫക്റ്റീവായിട്ട് ഇവിടുത്തെ ഡിസിപ്ലിൻ ഒക്കെ ഒരു സമയം പോലും വൈകാതെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസും മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്ത് തരുന്നു. അവിടെയും കൃത്യത. അപ്പൊ എല്ലാ വർക്കേഴ്സും എംപ്ലോയീസ് എല്ലാവരും നല്ല കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നു, ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബ്രിങ് സക്സസ് ടു ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും അത് ഓർഗനൈസേഷന്റെ വിജയമാണ്. അപ്പൊ അതെല്ലാം ചെയ്യുമ്പോൾ എന്ത് പറ്റും? നാളെ ഒരു 10 ആളോട് നിങ്ങളും പറയും, എന്ത്, ഞങ്ങൾ ഇന്ന സ്ഥലത്താ HRM പഠിച്ചത്, ഓക്കെ, ഞങ്ങൾ ഇന്ന സ്ഥലത്താ ഇത് പഠിച്ചത്, വളരെ സൂപ്പറാണ്, അതാണ് ഇതാണ്. നിങ്ങൾ ഒരു 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മള് എന്താ പറയാ, എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വേഗം തന്നെ കണ്ട മാത്രയില് വിലയെ നോക്കി ശരി ഭയങ്കര വില കുറവാണല്ലോ, വേഗം തന്നെ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്ത് ബൈ ഓർഡർ കൊടുത്ത് അങ്ങനെയാണോ ചെയ്യാ? അല്ല. ചില ആളുകൾ എന്താ ചെയ്യാന്നറിയോ? മിക്കവാറും ആളുകൾ എന്താ ചെയ്യണത്? അതിനകത്തുനിന്ന് ഒറിജിനലി ആരെങ്കിലും ഇത് വാങ്ങിച്ചവരുടെ വീഡിയോസ് അതിനകത്ത് റിവ്യൂസ് ആയിട്ട് കിടക്കണ്ടെന്ന് നോക്കും പോയിട്ട്, അല്ലെ? അവര് ചെയ്തിരിക്കുന്ന, അതായത് നമ്മളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്ന ആഡുകളേക്കാൾ ഉപരി ആരെങ്കിലും എടുത്തിരിക്കുന്ന ഇത് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തതിന്റെ ഇമേജസോ വീഡിയോസോ ഇട്ടിട്ടുണ്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കമന്റുകളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ നോക്കി കളറ്, അതിന്റെ ക്വാളിറ്റി, മറ്റു കാര്യങ്ങളെ കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. മിക്കവാറും അത് തന്നെയാണ് ചെയ്യുക. അല്ലാതെ ഒറ്റ ക്ലിക്കിൽ വേഗം ബൈ ഓർഡർ കൊടുക്കുകയാണോ ചെയ്യാം? അല്ല. അപ്പൊ അതുപോലെ ഒരു ഓർഗനൈസേഷനിൽ എന്താണ്, അവിടുത്തെ എംപ്ലോയീസ് അവര് എന്താ പറയാ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അത് ഓർഗനൈസേഷന് ബെറ്റർ റിസൾട്ട് കൊടുക്കും. എംപ്ലോയീസ് ഒക്കെ വളരെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ അങ്ങനെ ബെറ്റർ റിസൾട്ട് കിട്ടിയാൽ അത് എന്തിലേക്ക് നയിക്കും? കൂടുതൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും. അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷൻസ് എംപ്ലോയീസിനെ എന്താ പറയാ ഡിസിപ്ലിൻ പോളിസി, അതുകൊണ്ടാണ് ഡിസിപ്ലിൻ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? they can also hold the employees. അപ്പൊ അതോടൊപ്പം തന്നെ അങ്ങനെ നല്ല ഡിസിപ്ലിൻ ആയിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് പറ്റും?
ഓർഗനൈസേഷൻ ഒരുപാട് നാള് അവരെ ചേർത്ത് നിർത്തും എംപ്ലോയീസ് ആയിട്ട് തന്നെ. ചിലപ്പോൾ റിട്ടയർമെന്റിന്റെ പ്രായം ആയാലും കുഴപ്പമില്ല അവിടെ നിൽക്കുക. കാരണം എന്താ, അവർ വെൽ ബിഹേവ്ഡ് ആണ്, വെൽ കണ്ടക്റ്റഡ് ആണ്. അവരുടെ ബിഹേവിയറൽ പാറ്റേണും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിലും ഡിസിപ്ലിന്റെ കാര്യത്തിലും ഒക്കെ ഓക്കെയാണ്. അങ്ങനെയുള്ളവർ നമുക്ക് എന്താ പറയാ ഡിപ്പാർട്ട് ചെയ്യാനായിട്ട്, അവരെ വേർപെടുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഫോർ ലോങ്ങർ പീരീഡിലേക്ക് ദേ ക്യാൻ ഹോൾഡ് ദ എംപ്ലോയീസ്. ഓർഗനൈസേഷൻ ആ എംപ്ലോയീസിനെ കൂടെ നിർത്തും. മാത്രമല്ല അത്തരം ആളുകളെ കൂടെ നിർത്തുകയും ദേ ക്യാൻ ഓൾസോ അട്രാക്ട് മോർ യങ് വൺസ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്തുനിന്ന് ഒരുപാട് യുവത്വങ്ങളെ, യുവ ജനറേഷൻസിനെ നമ്മുടെ ഓർഗനൈസേഷൻസിലേക്ക് എന്താ പറയാ അട്രാക്ട് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റബിലിറ്റി. ഒരുപാട് ലാഭമുണ്ടാക്കുന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ എംപ്ലോയീസ് താല്പര്യപ്പെടും ഇല്ലേ? ലാഭക്ഷമത നോക്കിയിട്ട് ആണ് ചില ആളുകൾ ഓർഗനൈസേഷനിൽ ജോലിക്ക് പോകും. ഇപ്പൊ എല്ലാവർക്കും പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനെയാണ്. അപ്പൊ സ്വകാര്യ വ്യവസായങ്ങളെ, ഇൻഡസ്ട്രീസിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലിക്ക് വരുമ്പോ നമ്മൾ നോക്കുന്നത് ഒന്ന്, എത്രത്തോളം സ്റ്റേറ്റസ് ഉള്ള ഒരു ഗുഡ് വിൽ ഉള്ള ഓർഗനൈസേഷൻ ആണ് അത് എന്ന് നോക്കും. അവിടെ ഒരു സ്ഥലത്ത് ജോലി കിട്ടുന്നത് വളരെ നല്ല കാര്യമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ, നല്ല ഗുഡ് വിൽ ഉള്ള ഓർഗനൈസേഷനിൽ, നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഓർഗനൈസേഷനിലാണ് നമ്മൾ ജോലി ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടുക. അല്ലാതെ നഷ്ടത്തിൽ ഓടുന്ന, എപ്പ പൊട്ടും എപ്പ പൊളിയും എന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ചില ഓർഗനൈസേഷനിൽ പോയിട്ട് ജോലി ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുമോ? നെവർ, ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ പ്രൊസീജിയറിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ, എംപ്ലോയിയുടെ ബിഹേവിയർ വർദ്ധിപ്പിക്കുന്നു, പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം നൽകുന്നു. എന്ന് വെച്ചാൽ അവര് മറ്റ് ആളുകളുമായിട്ട്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവ് ചെയ്യുന്ന, ബാഡ് ബിഹേവിയേഴ്സ് ഉള്ള വർക്കേഴ്സിന്റെ വലയിൽപ്പെടാതെ, അവരാൽ സ്വാധീനിക്കപ്പെടാതെ മാറി നിൽക്കാൻ ഡിസിപ്ലിൻ പോളിസി സഹായിക്കുന്നു. ഇംപ്രൂവ്സ് പെർഫോമൻസ്, പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ, ഇഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാൻ ഡിസിപ്ലിൻ പോളിസി ആളുകളെ സഹായിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്, ഓർഗനൈസേഷന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ എന്താ പറയാ കാരണമാകുന്നു. ക്ലിയർ ആയോ? ആലുവായിട്ട് മനസ്സിലായ? മനസ്സിലായ? ലാഗാണോ അല്ലെങ്കിൽ എന്താ മറുപടി ഇല്ലല്ലോ? മനസ്സിലായോ എന്ന് ചോദിച്ചതിന് മറുപടി ഇല്ല. ഓക്കെ, ഇപ്പോഴാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കേൾക്കണേ? ആണോ? ലാഗ് ഉണ്ടോ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നത്? ഇല്ലല്ലോ. ഓക്കെ, യെസ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് മറുപടി പെട്ടെന്ന് വരാത്ത പോലെ തോന്നുന്നു. ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഡിസിപ്ലിൻ ഇത്രയും ദിവസം നമ്മൾ അപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിസിപ്ലിൻ, അതിന്റെ ഒരു ഓപ്പോസിറ്റ്, ഡിസിപ്ലിൻ അല്ലാകുന്ന ഒരു അവസ്ഥ, മിസ്കണ്ടക്ട്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് വീണ്ടും മറക്കണ്ട, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ അല്ലെ, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ വരുന്നത്. മനസ്സിലായോ? ഈ മൊഡ്യൂളെന്നോ ചാപ്റ്റർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ആണ്. 3 കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എംപ്ലോയിയുടെ ഗ്രീവൻസ്, അവരുടെ കംപ്ലൈന്റുകൾ, പിന്നെ അവരുടെ ഡിസിപ്ലിൻ സംബന്ധമായ കാര്യങ്ങൾ, ഡിസിപ്ലിൻ അല്ലാതെ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, അതുകൂടി അതിനകത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ തന്നെ മറ്റൊരു എന്താ പറയാ ലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ വർക്ക് പ്ലേസിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്ററിന്റെ അവസാന ഭാഗം, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അങ്ങനെയല്ലേ? ചാപ്റ്ററിന്റെ പേര് അങ്ങനെയല്ലേ? 3 ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, യെസ്. അപ്പൊ അതിലെ ലാസ്റ്റ് ഭാഗമാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ എംപ്ലോയി ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് എന്ന് പറയുമ്പോ ഇറ്റ് ഡസ് നോട്ട് മീൻ സിംപ്ലി എന്തെങ്കിലും എന്താ പറയാ യു ആർ ഹെൽത്തി, യു ആർ അൺഹെൽത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിക്നസ്, രോഗം അല്ലെ, അസ്വസ്ഥത. അപ്പൊ ഹെൽത്തി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതെ, ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്.
അതല്ലാതെ സിക്നസ് എന്ന് അതിന് ഒരു ഉദ്ദേശമില്ല. അപ്പൊ ഓർഗനൈസേഷൻ ഹെൽത്ത് എന്തായിരിക്കാം? അപ്പോ ഓർഗനൈസേഷൻ ഹെൽത്ത് എന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നോ ബോത്ത് ആർ സെയിം കേട്ടോ, രണ്ടൊന്നും തന്നെയാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ മറ്റൊരു പേര് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ നമുക്ക് എന്തും കൂടി പറയാം, ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പീപ്പിൾസ് ഫിറ്റ്നസ്, അതായത് ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? സ്യൂട്ടബിൾ ആകുക എന്നാണ് അർത്ഥം അല്ലെ? സ്യൂട്ടബിൾ എന്നല്ലേ നമ്മൾ പറയാ. ഇപ്പൊ ദ ഡ്രസ് ഫിറ്റ്സ് യു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡ്രസ് നിനക്ക് സ്യൂട്ടബിൾ ആണ്, നിനക്ക് കൃത്യമായിട്ട് എല്ലാം കൊണ്ടും യോജിക്കുന്നുണ്ട്, നിന്റെ എന്താ പറയാ, നിന്റെ നമ്മളുടെ ശരീരത്തിൽ ചേരുന്നുണ്ട്, കളർ കൊണ്ട് ചേരുന്നുണ്ട്, അങ്ങനെയൊക്കെ സ്യൂട്ടബിൾ ആകുക അല്ലെ? വളരെ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. അപ്പൊ ഒരു പീപ്പിളിന്റെ, ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ് ആണ് എവിടെ? ഒരു ഓർഗനൈസേഷനില്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പല ഇൻഡസ്ട്രീസിൽ, പല പല ഇൻഡസ്ട്രീസിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ, അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള ചില റെമഡീസ്, ഇപ്പൊ എന്തെങ്കിലും തരത്തില് ഫിറ്റ്നസ് അല്ലാതെ വരുമ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ഇതെല്ലാം ആണ് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഹെൽത്ത് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് എത്രത്തോളം നമുക്ക് എംപ്ലോയീസിനെ നമുക്ക് യോജിച്ച് എംപ്ലോയീസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ നമുക്ക് എന്നേക്കുമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഭാഷകൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അത് താഴെ താഴെ വരുന്നുണ്ട്. അതിനു മുമ്പ് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഏതൊക്കെയാണെന്നറിയോ? ഹെൽത്ത് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കോൺസെപ്റ്റ് വിച്ച് ഡസ് നോട്ട് സിംപ്ലി മീൻ സിക്നസ്. ആ സെന്റൻസും അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് ആയിട്ടുള്ള അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ദാറ്റ് മീൻസ് ആ പാരഗ്രാഫ് ഫുൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരു സെക്കൻഡ്, വേറെ എന്തോ ഒരു ടോപ്പിക് കാണുന്നു. ആ ഓക്കെ, യെസ്. അപ്പൊ എന്താണ്? അപ്പോ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പീപ്പിൾസ് ഫിറ്റ്നസ്, അത്രയായാലും മതി നമുക്ക്. അതായത് നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ പീപ്പിൾസിന്റെ ഫിറ്റ്നസ് ആണ്, എത്രത്തോളം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, അതാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഹെൽത്തി അല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അതിന്റെ എല്ലാ രീതിയിലും ഹെൽത്തി അല്ല എങ്കിൽ പല രീതിയിലും എന്ത് ചെയ്യും? എംപ്ലോയീസ് ഒക്കെ കൊഴിഞ്ഞു പോകും, കൃത്യമായിട്ട് വരില്ല, ആബ്സെന്റിസം, ഇങ്ങനെയുള്ള പല കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹെൽത്തി ഓർഗനൈസേഷനിൽ എപ്പോഴും പീപ്പിൾസ്, എംപ്ലോയീസ് എപ്പോഴും ഫിറ്റ് ആയിരിക്കും, ഫിറ്റ്നസ് ഉള്ളവരായിരിക്കും. ദാറ്റ് മീൻസ് എപ്പോഴും അവരവിടെ നിൽക്കാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന എന്തോ കാര്യങ്ങൾ, എന്തോ ശക്തികളൊക്കെ അവരിങ്ങനെ എപ്പോഴും ഓർഗനൈസേഷൻസിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും, അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം ആ ഒരു പ്രത്യേക അവസ്ഥ, ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു രീതി. അപ്പൊ ഈ ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചാൻസസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ് ഓർ ഇഞ്ചുറി ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ്. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്, അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്താ പറയാ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നത് നോക്കുന്നതല്ലേ നല്ലത്, അല്ലേ? അങ്ങനെ ഞങ്ങൾ പറയാറില്ലേ, ഒരു ചൊല്ല് അങ്ങനെ കേട്ടല്ലേ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരെണ്ണം? കേട്ടിട്ടുണ്ടോ? അതെ, അത് കണക്കാണ് ഇത് ഇവിടെയും. എന്ത്? ഈ ഓർഗനൈസേഷൻ ഹെൽത്ത്. അത് നമ്മൾ വരട്ടെ, രോഗം അവസ്ഥ വരട്ടെ, എന്നിട്ട് നമുക്ക് ചികിത്സിക്കാം എന്ന് ആകരുത്. അതെന്ത് ചെയ്യണം?
വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ബോധേഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം ഇതുപോലെയുള്ള രോഗങ്ങൾ നമ്മൾ കടന്നുകൂടാതിരിക്കാനായിട്ട്. അത് തന്നെയാണ് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അവോയ്ഡ് പല ചാൻസസ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടേ. അല്ലാതെ അത് വന്നു കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് നോക്കാം, അപ്പൊ എന്തെങ്കിലും അതിനുള്ള റെമഡിയൽ മെഷർ എടുക്കാം എന്നല്ല ചിന്തിക്കേണ്ടേ എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ എയിം എന്തായിരിക്കണം? അപ്പോ ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ എയിം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ പ്രോസസ് തടയുക. ഏത് ഓർഗനൈസേഷനെ ഇഫക്ട് ചെയ്യാൻ ബാധിക്കാൻ സാധ്യതയുള്ള പല പ്രോബ്ലംസിനെ നമുക്ക് തടയണം, അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ചാൻസസ് കണ്ടെത്തുകയാണ്. അല്ലാതെ അത് വന്നതിന് ശേഷം അത് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ ആയിരിക്കണം എന്ന്. അതൊരു ഉപമ, ഒരു സിമിലി പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞേക്കണേ? ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ് ഓർ ഇഞ്ചുറി ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ്. അത് നമുക്ക് രോഗം വരാനുള്ള ചാൻസുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്തിനേക്കാൾ? അത് വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ. അതുപോലെയാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന്. അപ്പൊ ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സാധനം ക്ലിയർ ആയോ, തലയിലേക്ക് അങ്ങോട്ട് കയറിയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ ആയിരിക്കും നമുക്ക് ഓർഗനൈസേഷന്റെ ഹെൽത്ത്. നമ്മുടെ ഓർഗനൈസേഷൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഏത് രീതിയിലുള്ള എന്താ പറയാ പുറത്തുനിന്നുള്ള പല ചലഞ്ചസ് വെല്ലുവിളികൾ വന്നാലും അതിനെയൊക്കെ എന്ത് ചെയ്യും? നെഞ്ചു വിരിച്ചിങ്ങനെ അതിനെയൊക്കെ ഫേസ് ചെയ്യും, അല്ലെ? അതിനെയൊക്കെ ഓവർകം ചെയ്യും. അപ്പൊ ഓവർകം ചെയ്യാനുള്ള എല്ലാ ചാൻസസും നമ്മൾ, അല്ലെങ്കിൽ ഇത്തരം ചാലഞ്ചസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. then we can say the organization is healthy. അപ്പൊ നമുക്ക് പറയാം ഓർഗനൈസേഷൻ വളരെ ഹെൽത്തി ആണ്. അല്ലാതെ അത് ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, അത് വരുമ്പോഴല്ലേ, അത് വന്നോട്ടെ, അത് വരുമ്പോ നമുക്ക് അതിനെ കുറിച്ച് തീരുമാനിക്കാം എന്ന ആ ഒരു രീതി അവോയ്ഡ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്നതുപോലെയാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത്. ഈ ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ആസ്പെക്ട്, there are two aspects related to the health of employees. എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുമ്പോ അപ്പൊ ഓർഗനൈസേഷൻ ഹെൽത്തി ആവണമെങ്കിൽ ആരാ ഹെൽത്തി ആവണം? ഓരോരുത്തരും ഹെൽത്തി ആവണം. എംപ്ലോയേഴ്സും എംപ്ലോയീസും ഒക്കെ ഹെൽത്തി ആകണം, അല്ലെ? എന്നാലേ ഓർഗനൈസേഷന് ഹെൽത്ത് ഉണ്ടാകുള്ളൂ. ഓർഗനൈസേഷന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് രണ്ട് ആസ്പെക്ടുകൾ പറയുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് ഹസാർഡും ഒന്ന് ഹെൽത്ത് റിസ്കുമാണ്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നമുക്കുണ്ടാകാവുന്ന കെമിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ എന്താ പറയാ ചലഞ്ചസ് അല്ലെങ്കിൽ അതുപോലുള്ള എഫക്റ്റുകളാണ്. നമ്മൾ വസിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള എന്താ പറയാ ഹസാർഡ്സ്, ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബയോളജിക്കൽ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ കെമിക്കൽ സിറ്റുവേഷൻസ്, സോഷ്യൽ സിറ്റുവേഷൻസ്, ഇതൊക്കെയാണ്. ഇതൊക്കെ പുറത്തുനിന്ന് നമ്മളിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ്. ഇതാണ് ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും എന്താണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് റിസ്കും ഹെൽത്ത് ഹസാർഡ്സും രണ്ട് ആസ്പെക്റ്റുകളാണ് നമ്മളുടെ എംപ്ലോയീസിന്റെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തത്. ഈ ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യും. ബയോളജിക്കലായിട്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷൻസിനും എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഹെൽത്ത് റിസ്ക് ഇറ്റ് വേരീസ് ഡിഫറെന്റ്ലി ഫ്രം വിത്ത് ഓർഗനൈസേഷൻസ്. പല ഓർഗനൈസേഷൻസിനും പല രീതിയിലായിരിക്കും. മറ്റേത് എല്ലാവർക്കും ഏകദേശം കോമൺ ആണ്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരിക. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് എമംഗ് ദ ഓർഗനൈസേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഹെൽത്ത് റിസ്കും ഹെൽത്ത് ഹസാർഡും രണ്ട് ആസ്പെക്ടുകളാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. There are two aspects related to the issue of health employees. Health of employees. അത് ഹെൽത്ത് ഹസാർഡ്സും ഹെൽത്ത് റിസ്കും ആണ് ആ സെന്റൻസ്. ഇവിടം വരെ ഇനി പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അത് എല്ലാ ഓർഗനൈസേഷനും കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പുറത്തുനിന്നുള്ള ഇഫക്റ്റുകള്, ബയോളജിക്കൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഇഫക്റ്റുകൾ, ഇതൊക്കെ ഹെൽത്ത് ഹസാർഡ് പറഞ്ഞ സാധനം ഉണ്ടാകും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിനിമൈസ് ചെയ്യാനോ ഒഴിവാക്കാനോ പറ്റില്ല. മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ
എന്ത് നമുക്ക് കുറയ്ക്കാം? ഹെൽത്ത് റിസ്കുകൾ നമുക്ക് കുറയ്ക്കാം. അത് നമുക്ക് നമ്മളിൽ വരുന്നതാ. ദാറ്റ് മീൻസ് വി ഹാവ് ടു ടേക്ക് സം പ്രിക്കോഷണറി മെഷേഴ്സ്. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതുപോലെയുള്ള സ്പെഷ്യൽ പ്രിക്കോഷണറി ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഹെൽത്ത് റിസ്കുകൾ പല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? ബൈ എക്സ്റ്റെൻഡിങ് ഓർ ഓഫറിംഗ് ഗുഡ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്. അതായത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ചുറ്റുപാടൊക്കെ വളരെ ശുചിത്വമുള്ളതോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസോ ഒക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും, മാത്രമല്ല ചില സേഫ്റ്റി മെഷേഴ്സ്, ചില പ്രിക്കോഷൻസ്, ചിലപ്പോൾ നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി വരുന്ന ചില മുൻകരുതലുകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈനുകളൊക്കെ ഫോളോ ചെയ്താൽ ഹെൽത്ത് റിസ്കുകളെ പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഹെൽത്ത് ഹസാർഡ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനോ ഇല്ലാതാക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് ഹസാർഡ് ആൻഡ് ഹെൽത്ത് റിസ്ക്. ഹെൽത്ത് റിസ്കും ഹെൽത്ത് ഹസാർഡും തമ്മിലുള്ള മനസ്സിലായോ? ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യേണ്ടി വരുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സമയാസമയങ്ങളിൽ. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് അതിനകത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത്തരം റിസ്കുകൾ ഒഴിവാക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ നിയമ നടപടികൾ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുക. അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ല ഫേവറബിൾ ആയ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് റിസ്കുകളെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹവർ ഹെൽത്ത് ഹസാർഡ്സ് കനോട്ട് ബി മിനിമൈസ്ഡ്. ഹവർ വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം തുടങ്ങി ഗൈഡ് ലൈൻസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ഹെൽത്ത് ഹസാർഡ്സ് അവോയ്ഡബിൾ അല്ല, ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഹെൽത്ത് റിസ്കുകൾ നമുക്ക് കുറയ്ക്കാനും പറ്റും, അവോയ്ഡ് ചെയ്യാനും പറ്റും ബൈ ഫോളോയിങ് സർട്ടൻ പ്രിക്കോഷൻസ്. അപ്രോപ്രിയേറ്റ് പ്രിക്കോഷൻസ് എടുത്ത് അപ്രോപ്രിയേറ്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് നമുക്ക് ഹെൽത്ത് റിസ്കുകളെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ പ്രിസർവ് ചെയ്യാനുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. മാത്രമല്ല ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചപ്പോ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആ ജോലി സംബന്ധമായ ചില രോഗങ്ങൾ വരും ചില ആളുകൾക്ക്. ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ടാവില്ലേ? ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഫാക്ടറീസിന്റെ പ്രത്യേകത എന്താ? അവിടെ പല കാര്യങ്ങളും പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അവിടെ എന്താണ് പലതരത്തിലുള്ള പോയിസണസ് ഫ്യൂംസ്, അല്ലെങ്കിൽ എന്താ പറയാ പുക, വിഷവാതകങ്ങളൊക്കെ പുറന്തള്ളുന്ന സ്ഥലം. പക്ഷെ അപ്പൊ അതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്തുള്ള ആളുകൾക്ക് അത് ശ്വസിച്ചാൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യമോ? അപ്പൊ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലികളാണ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അത്തരം എംപ്ലോയീസിന് എന്ത് ചെയ്യണം? അതനുസരിച്ചുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ്, അത് അവരെ അധികം ശ്വസിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി അവരെ ആ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, അത്തരം പല രോഗങ്ങൾ അവരെ കടന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? അതാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് റിസ്ക് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സോ അവിടെ നിർത്താം നമുക്ക്, കാരണം അടുത്ത ഭാഗം ഇതിന് എടുത്താൽ ക്ലിയർ ആണ്. ഓക്കെ, യെസ്. സിമ്പിൾ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് അതിനകത്തുള്ളതൊക്കെ എന്ത് പറയണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പോണത്. ആദ്യമൊക്കെ അത്ര സിമ്പിൾ ആണ്, ഇത് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? പറഞ്ഞു തന്നില്ലേ മനോഹരമായിട്ട്? വലിയ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാവും. ഒരു പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഐ തിങ്ക് അപ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, so see you next day. Bye. Thank you.